ആയപ്പോൾ ഈ പഠിപ്പിച്ചു തരാൻ പോകുന്നൊരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപകാരം ഉണ്ടായിരിക്കും. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് ഒരു ബ്രേക്കിംഗ് നടത്തി. ഓക്കെ, അപ്പോൾ ഇതിനെന്താ പറയുക, നമ്മൾ ബ്രേക്ക് ഔട്ട് എന്ന് പറയും അല്ലേ? ഈ ഒരു സംഭവത്തിന് നമ്മൾ ബ്രേക്ക് ഔട്ട് എന്ന് പറയും. മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിതിനെന്താ പറയുക, ട്രെൻഡ് എന്നാണ് പറയുക അല്ലേ? ഈ ഒരു ഫോർമേഷനെ നമ്മളെന്ത് പറയും, ഇങ്ങനെ വരുന്ന ഫോർമേഷനെ നമ്മളെന്താ പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഫോർമേഷൻ എന്താ പറയുക, ഈ ഒരു ഫോർമേഷനെ സ്വിങ് എന്ന് പറയും അല്ലേ? നമ്മൾ സ്വിങ് അല്ലേ, ഊഞ്ഞാല എന്നൊക്കെ പറയുന്ന പോലെ അറിയാലോ. ഈ സ്വിങ് ലോഡ് അടിയിലും സ്വിങ് ഹൈൻ്റെ മുകളിലും എന്തൊക്കെ ഉണ്ടാവും മക്കളെ, ലിക്വിഡിറ്റി ഉണ്ടാവും അല്ലേ? ഈ സ്വിങ് ലോ ഉണ്ടാവാൻ കാരണക്കാരനായ ഹൈയിനെ കട്ട് ചെയ്യുമ്പോഴാണല്ലോ എന്ത് വരുന്നത്, ബ്രേക്കോ സ്ട്രക്ചർ വരുന്നത് ആണല്ലേ അല്ലേ? നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ഉണ്ടാവും അല്ലേ? മാർക്കറ്റ് ആ ലിക്വിഡിറ്റി വന്ന് നല്ല രീതിയിൽ എടുത്ത് ഈ ഒരു ഏരിയയിലേക്ക് വന്നു. ഈ ഒരു ഏരിയ ഇപ്പോൾ എന്തായിട്ടുണ്ടാവും, മാർക്കറ്റ് കുറേ നേരം ഒരു മേജർ ക്യാൻഡലിൻ്റെ അണ്ടറിൽ ഇങ്ങനെ കുറേ നേരം കളിച്ചാൽ എന്തായി, അത് ഡിമാൻഡ് സോണായിട്ടാണ്. എന്തായി, ഡിമാൻഡ് സോണ്. അറിയില്ലെങ്കിൽ എഴുതി വയ്ക്കുക. നിങ്ങളിത് ചാർട്ടിൽ നോക്കണമെങ്കിൽ ഈ സാധനമൊക്കെ നോക്കുക. വെറുതെ ബൈ ഹാർട്ട് പഠിച്ച പോലെ പഠിച്ചിട്ടൊന്നും ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് പല രീതിയിൽ കാണിക്കും. ഈ ഒരു ഡിമാൻഡ് സോൺ എന്നുള്ളത് പല രീതിയിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരേ ലെവൽ തന്നെ നോക്കി വയ്ക്കാൻ നിങ്ങൾക്ക് ഐഡിയ കിട്ടില്ല. നിങ്ങൾ ഈ ഒരു ഡിമാൻഡ് സോൺ എന്നുള്ള കാര്യം എഴുതി വയ്ക്കുക, ചാർട്ടിൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഇങ്ങനെ വന്ന് കുറച്ചും കൂടി വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരാറുണ്ട് മാർക്കറ്റ്. ഓക്കെ, അതായത് നേരെ താഴേക്ക് വരാറുണ്ട്. കാരണം ഇവിടെ നിന്ന് സാധാരണ ഈ ഡിമാൻഡ് സോണിൽ വരുമ്പോൾ എന്താണ്, മുകളിലേക്ക് എൻട്രി എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ SL അടിച്ചിട്ട് താഴേക്ക് വരും, ചെറിയൊരു മൂവ്മെൻറ്റൊക്കെ നടത്തി. ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് നേരിട്ട് മാർക്കറ്റ് മുകളിലേക്കും പോകാറുണ്ട്. അപ്പോൾ ഇത് മുകളിലേക്ക് പോകുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഓക്കെ, ചില ടൈമിൽ ഇവിടെ നേരെ താഴേക്ക് വന്നിട്ട് ഇവിടെ തിരിച്ച് ഇങ്ങനെ വന്നിട്ടായിരിക്കും മുകളിലേക്ക് പോവുക. അപ്പോൾ ഇതിനൊക്കെ റീസൺ ഉണ്ട്. ഈ റീസണാണ് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു പ്രവൃത്തിനെ നമ്മൾ ശരിക്കും ഒരു തിയറി കൺസെപ്റ്റായിട്ട് പറയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ പറയുന്ന ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, CRT എന്ന് പറയും നമ്മൾ. ഇതിപ്പോൾ ഞാൻ പറയട്ടെ, ഇതിൽ പറയുന്ന ഓരോ വാക്കുകളും എൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാചകങ്ങളും ഓക്കെ, അതൊക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ളതാണ്. ഇതൊന്നും എനിക്ക് ഒരാൾ പഠിപ്പിച്ചൊന്നുമല്ല. എനിക്ക് ഒരു സാധനം കണ്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടാലോ എന്തെങ്കിലും ഒരു ചാർട്ട് കണ്ടാലോ ഞാൻ മനസ്സിലാക്കി ഞാൻ എൻ്റേതായ രീതിയിലാണ് പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കാണാൻ പാടുള്ളൂ. ഇയാൾ പറഞ്ഞ പോലെ ഒന്നുമല്ലല്ലോ, അല്ലെങ്കിൽ ഇവൻ പറയുന്ന പോലെ ഒന്നുമല്ല, അതങ്ങനെയാണ് ഇതങ്ങനെയാണ്. ഓക്കെ, SMC എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഒരൊറ്റ ടൈപ്പിലല്ല എല്ലാവരും നോക്കുന്നത്, മൾട്ടിപ്പിൾ ടൈപ്പിലാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് SL അടിക്കുന്നതും ചില ആൾക്കാർക്ക് പ്രോഫിറ്റ് കിട്ടുന്നതും. അതാ നോക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും മനസ്സിലാവും. എല്ലാ പ്രാവശ്യവും നിങ്ങൾ വെറുതെ ആലോചിക്കുക, എല്ലാ പ്രാവശ്യവും SMC പ്രകാരം ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് എപ്പോഴും ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ ഇതേന്ന് ഫോർമേഷൻ നിൽക്കുക, ബ്രേക്ക് സ്ട്രക്ചർ വന്നു, ഇൻഡ്യൂസ്മെൻറ്റ് വന്നു, ഓർഡർ ബ്ലോക്കിൽ വന്നു, ടാപ്പ് ചെയ്ത് പോയി. ഇങ്ങനെയാണ് എല്ലാ ദിവസവും നടക്കണമെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ എത്ര 600 കോടി 700 കോടി എത്രാണ്ട് കോടി ജനങ്ങളുണ്ട്. അത്രയും കോടി ജനങ്ങൾ, എനിക്ക് കറക്റ്റ് കണക്കറിയില്ല കേട്ടോ, ഞാൻ അത് തൂങ്ങിപ്പിടിക്കണ്ട, അത്രയും കോടി ജനങ്ങൾ ഇന്ന് പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലോസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരിക്കില്ല. ഒരേപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഇത് കാര്യം മനസ്സിലാവുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ SMC എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കണ്ടുപിടിച്ച ഒരു കാര്യമാണത്. അത് ആൾ കണ്ടുപിടിച്ചാൽ ആൾ ഒരു പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് 100% അയാൾ കണ്ടുപിടിച്ച പോലെ തന്നെയാണെന്നൊന്നുമില്ല. ആ ഒരു പേരിൽ പലതരത്തിൽ ആൾക്കാർ നോക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു മെത്തേഡ് ഉണ്ട്, ഒരു രീതി ഉണ്ട്. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യും, ഒരു ഇമ്പൾസീവ് മൂവ് ഉണ്ടായിരിക്കും, ഓർഡർ ബ്ലോക്ക്, അതുപോലെ തന്നെ ചിലപ്പോൾ അത് ബ്രേക്കർ ബ്ലോക്കിൽ വരും, ചിലപ്പോൾ എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വരും. അങ്ങനെ കുറേ കൺസെപ്റ്റുകളുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് അത് നോക്കുന്നത്. നമുക്കത് വിടാം, നമുക്ക് CRT നോക്കാം കേട്ടോ. മാർക്കറ്റ് ഞാനിവിടെ 2 ഇതിൽ വരച്ചുതരാം. നിങ്ങൾക്ക് പല ആൾക്കാർക്കും സംശയങ്ങളുള്ള ആൾക്കാർ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരച്ചുതരാം. മാർക്കറ്റ് ഇങ്ങനെ വന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല രീതിയിൽ വന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ ഓവറോൾ ലോ എടുത്തിട്ട് പോകുമ്പോൾ മാർക്കറ്റിന് ഒരു രീതി ഉണ്ട്. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ചാർട്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ 1 ഹവറിൽ ഇത് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നറിയോ? ഈ ഒരു പോർഷൻ മാത്രമാണ് വരയ്ക്കുന്നത് കേട്ടോ.
CRT പ്രകാരം പറയണത്. ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഗ്രീനാണെന്ന് വിചാരിക്കണേ. ഓക്കെ, ഇതിങ്ങനെയാണ് വന്നേക്കുന്നത് വിചാരിക്കുക. കാര്യം പിടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇങ്ങനെ വന്നാൽ ഇതിന് ഹൈ ഇവിടെയാണ്, ഇതിൻ്റെ ലോ ഇവിടെയാണ് അല്ലേ. ഇവിടെ ലോ എന്ത് പോയിട്ടുണ്ട് മക്കളെ, സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. 1 ഹവറിൽ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഓവറോൾ ബോഡിയുടെ മുകളിലാണ് ക്ലോസിങ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഓവറോൾ ബോഡി എന്ന് പറഞ്ഞാൽ ഇത് ഈ ബോഡിയുടെ മുകളിലാണ് ക്ലോസിങ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഓവറോൾ ബോഡിയുടെ മുകളിൽ എപ്പോഴാണ് ക്ലോസിങ് കിട്ടുന്നത് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് ഉള്ള പോസിബിലിറ്റിയാണ് കൂടുക. ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷനും കൂടിയുള്ളത് ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഇങ്ങനെ പോയാൽ തന്നെ ഇതൊരു 5 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന ഒരു സെനാരി ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു FEG ഉണ്ടായിരിക്കും. മീൻസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്നൊക്കെ പറയും. ആ ഇംബാലൻസ് എടുക്കാതെ ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ട്രേഡ് കണ്ണും പൊട്ടി മുകളിലേക്ക് എടുക്കരുത്. ഈ ഒരു ഫോർമേഷൻ കണ്ടു എന്ന് വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ പാടില്ല. കാര്യം പിടിയിട്ടൊന്നും ഇരിക്കുന്നു. എപ്പോഴാണോ ഇത് വന്നെടുത്തിട്ട് തിരിച്ച് ഇവിടുന്ന് ഒരു ഈ ഹൈൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് കിട്ടുന്നത്, അപ്പം മാത്രമേ നിങ്ങൾ മുകളിലേക്ക് ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. വൺസ് നിങ്ങളിത് ട്രേഡ് ഇവിടേക്ക് വന്ന് ഒറ്റയടിക്ക് ക്ലോസിങ് കിട്ടുന്ന സ്പോട്ടിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ മൂവ്മെൻറ്റ് കാണിച്ചിട്ട് ആ മൂവ്മെൻറ്റിൻ്റെ ക്ലോസിങ് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്യാൻഡിലിൻ്റെ ഫുൾ ഫോർമേഷൻ കഴിഞ്ഞിട്ട് എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യാൻ പാടുള്ളൂ. 5 മിനിറ്റ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഫുൾ ഫോർമേഷൻ കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലാണ് ബോഡി ക്ലോസിങ് വരണമെങ്കിൽ നേരെ താഴേക്ക് വരും. ഈ ഒരു ഏരിയ എടുക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് വരും. അപ്പോൾ ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ ഇതിൽ A to Z ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, എന്തുകൊണ്ടത് പറയാത്തതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സാധനം സ്കാൽപ്പിംഗ് മെത്തേഡ് എന്നുള്ള ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ പറഞ്ഞു തരാൻ പറ്റും. നിങ്ങളിനി പഠിക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ നിങ്ങൾ ആ ഒരു നേക്ക് മനസ്സിലാക്കിയെടുക്കുക. നിങ്ങളത് ചാർട്ടിൽ കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഈ 1 ഹവറിൽ തന്നെ വരുന്നൊരു മെത്തേഡാണ്. നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ, ഇത് റെഡ് ക്യാൻഡിലാണ് കേട്ടോ. ഓക്കെ, കളർ നിങ്ങൾ നോക്കണ്ട, ഞാനിപ്പോൾ ഇത് ഓവറോൾ മാച്ചിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, ഇങ്ങനെ വരും. ഇത് സ്ട്രോങ്ങാണ്. ഓക്കെ, ഈ സ്ട്രോങ് ആയിട്ടുള്ള എൻ്റെ തൊട്ട് താഴെ 1 മിനിറ്റ് 8 മിനിറ്റ് ഇതൊന്ന് കയറ്റി വരക്കിട്ടോ. ഇതിൻ്റെ തൊട്ട് താഴെ ബോഡി ക്ലോസ് കിട്ടിയിട്ട് താഴെ അതായത് ലിക്വിഡിറ്റി, ഓവറോൾ ലിക്വിഡിറ്റി, ഇവിടെ ക്യാൻഡിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ഓവറോൾ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിപ്പോൾ 1 ഹവറാണ് കേട്ടോ. 1 ഹവറിലാണെങ്കിൽ ഇങ്ങനെ ഓവറോൾ ലിക്വിഡിറ്റി മീൻസ് ഒരു വലിയ വിക്കൊക്കെ വന്ന് നിൽക്കുന്ന ക്യാൻഡിലുകളുടെ ലോക്ക് എടുത്തിട്ടാണ് ഇങ്ങനെ വരണമെങ്കിൽ, ഇങ്ങനെയാണ് എൻ്റെ ഫോർമേഷൻ എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് എൻ്റർ എടുക്കാൻ പാടുള്ളൂ, ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തതാണ്. ഓക്കെ, ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടതിന് ശേഷം ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എപ്പോഴാണോ ബ്രേക്കിംഗ് നടത്തുന്നത് അപ്പോൾ തന്നെ ചാടി എടുക്കരുത്. ബ്രേക്കിംഗ് നടത്തിയിട്ട് ഇത് ബ്രേക്കിംഗ് നടത്തുമ്പോൾ 1 ഹവറിലാണ് ഇത് നോക്കണമെങ്കിൽ 15 മിനിറ്റിൽ ബ്രേക്കിംഗ് നടത്തണം. അതും ബ്രേക്കിംഗ് നടത്തുമ്പോൾ ഒരു കണ്ടീഷൻ എന്താണ്, ബ്രേക്കിംഗ് ഈ ഒരു ലൈനിൻ്റെ മുകളിൽ അതായത് മുകളിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവരുത് ഒരു ക്യാൻഡിൽ. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ബോഡി പോകണം, ബ്രേക്കിംഗ് വരണം. ഈ ബ്രേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഒരു 2 മിനിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, കാരണം ഇതൊരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇവിടുന്ന് ഫോമായി ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 മിനിറ്റ് ശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം. എത്ര മിനിറ്റിലേക്ക്? 5 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും, മാർക്കറ്റ് ഇങ്ങനെയാണ്, അതായത് മാർക്കറ്റ് ഇങ്ങനെയാണ് നിൽക്കണേന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കാം.
ഓക്കെ, ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കാം. ഈ 15 മിനിറ്റിൽ 5 5 5 അല്ലേ? ഓക്കെ, കാര്യം പിടിയിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ലാസ്റ്റ് ക്യാൻഡിൽ, ഈ 5 മിനിറ്റ് ക്യാൻഡിൽ ലാസ്റ്റ് 3 മിനിറ്റും കഴിഞ്ഞ് 2 മിനിറ്റ് അല്ലെങ്കിൽ 1:50 സെക്കൻഡിലൊക്കെ റൺ ചെയ്യണത് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് സ്പോട്ടിൽ നിന്ന് എൻട്രി എടുക്കാൻ പറ്റും. ഒരു കണ്ടീഷണൽ എന്താണ്, ഇവിടെ വരുന്ന സെല്ലിങ് ക്യാൻഡിലിൻ്റെ ലോ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രം നിൽക്കുന്ന എൻട്രി എടുക്കാം. ഇനി ഞാനൊരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ചാടിക്കയറി എൻട്രി എടുക്കരുത്. ഇതിനൊരു കണ്ടീഷനും കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ബ്രേക്കിംഗ് കിട്ടുന്ന ക്യാൻഡിൽ ഒരു 5 മിനിറ്റിന് ബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് 15 മിനിറ്റിൻ്റെ ക്യാൻഡിലാട്ടോ, 15 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. ഒരു 5 മിനിറ്റ് ബാലൻസ് ഉണ്ട്. 10 മിനിറ്റ് റൺ ചെയ്ത് കഴിഞ്ഞു. ഇനി 5 മിനിറ്റ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിവിടുന്ന് ബ്രേക്കിംഗ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഓടിച്ചാടി എൻട്രി എടുക്കരുത്. ഓക്കെ, ഇത് ഇനി ഇവിടെ നേരെ വന്നിട്ട് ഇവിടെയാണ് ക്ലോസിങ് കിട്ടണമെന്ന് ഇരിക്കുക. എവിടെ മക്കളെ? ഇതിൻ്റെ ഒപ്പമാണ് ക്ലോസിങ് കിട്ടണമെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇവിടെ ഒരു വിക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ വിക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ വിക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന സെനാരിയാണ് പറയണത്. മാർക്കറ്റ് എന്തായാലും മുകളിലേക്ക് പോകും. മുകളിലേക്ക് വരും. ഈ ഹൈ എടുത്തിട്ട് ഈ ഒരു പൊസിഷനിൽ, ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെയുള്ളൊരു ക്യാൻഡിൽ കാണിക്കാമെന്ന് വിചാരിക്കുക. എങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു ക്യാൻഡിലാണ് ഈ ഒരു പൊസിഷനിൽ കാണിക്കണമെങ്കിൽ ദയവേത് നിങ്ങൾ എക്സിറ്റ് അടിക്കുക. നിങ്ങളിവിടെ നിന്ന് എൻട്രി എടുക്കണോണ്ട് തെറ്റെന്നൊന്നും ഞാൻ പറയില്ല, റൈറ്റാണ്, എൻട്രി എടുക്കാനൊക്കെ പറ്റും. പക്ഷേ ടാർഗറ്റ് ഇത് മാത്രമേ നിങ്ങൾക്ക് ഫസ്റ്റ് വയ്ക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് എപ്പോഴാണോ നിങ്ങൾ എടുക്കുന്ന ടൈം ഫ്രെയിമിൻ്റെ, ഇപ്പോൾ നിങ്ങൾ 5 മിനിറ്റിൽ എൻട്രി എടുക്കണമെങ്കിൽ ആ ടൈം ഫ്രെയിമിൽ ബോഡി ക്ലോസിങ് 50% എബോ ഈ ഒരു ലൈനിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളത്, അതായത് ആ എൻട്രിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പാടുള്ളൂ. ഇതേപോലെ ഒരു സാധനമാണ് വരണമെങ്കിൽ സ്പോട്ടിൽ എക്സിറ്റ് അടിച്ചോ, SL അടിച്ച് പോകുന്നത്. അത് ഈ ഒരു റേഞ്ചിലേക്ക് വരും. ഓക്കെ, ഇതിൻ്റെ ഓവറോൾ ഈ ഒരു ഏരിയ എടുത്തിട്ടായിരിക്കും പിന്നെ പോകുന്നുണ്ടെങ്കിൽ പോവുള്ളൂ. കാര്യം പിടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പഠിപ്പിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് ഈ തെറ്റും കൂടി പഠിപ്പിച്ച് തരണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമൊന്നുമില്ല, ശരി മാത്രം പഠിപ്പിച്ച് തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മളിങ്ങനെയാണ് കാര്യങ്ങൾ പഠിപ്പിച്ചത്. ഇത് കോഴ്സിലുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ഇത് കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം. കുറേ പേര് എല്ലാവർക്കും കോഴ്സ് എടുത്ത് പഠിക്കാനുള്ള ഇതൊന്നും ഉണ്ടായിരിക്കില്ല. ഞാനും കുറേ അലഞ്ഞിട്ടുണ്ട്, തെണ്ടി തിരിഞ്ഞിട്ടുണ്ട്. അതായത് കുറേ പേരോട് ചോദിച്ചിട്ടുണ്ട് 50,000 രൂപ എന്നൊക്കെ കോഴ്സിൻ്റെ ഫീസ് എന്നോട് പറയുമ്പോഴേ ഞാനന്ന് ആ 50,000 ഒപ്പിക്കാനായിട്ട് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ ലോൺ, അതായത് പണയം വയ്ക്കാൻ വേണ്ടി സാധനമില്ല. കുറേ അലഞ്ഞിട്ടുണ്ട്. പണിക്ക് പോയിട്ട് 25,000 അല്ലെങ്കിൽ 30,000 കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 50,000 ആയിട്ട് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഒരു 20,000 ഒപ്പിച്ച് കൊടുക്കണ്ടേ എന്നുള്ള പേടിയാണ്. അത് കൊടുത്താൽ കഴിഞ്ഞില്ല, ക്യാപിറ്റലില്ല. അപ്പോൾ ഞാൻ തന്നെ ചെയ്ത് പഠിക്കാം. ഇതന്നെയാണ് എല്ലാവരും മനസ്സിലുള്ളത് അല്ലേ? അപ്പോൾ ഇതൊക്കെ തരണം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ തന്നെ ശ്രമിക്കണം. ടൈം എടുക്കും. പതുക്കെ പഠിച്ചാൽ മതി. നിങ്ങൾ കോഴ്സ് എടുക്കണ്ട, പതുക്കെ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് പറ്റണില്ല, എനിക്കിതിൽ ഒരു ഇത് കാണണം, അല്ലെങ്കിൽ ബ്രോൻ്റെ ഇത് വിശ്വാസമാണ്, അങ്ങനെയൊക്കെ ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. തോന്നാണെങ്കിലും മാത്രം ജോയിൻ ചെയ്താൽ മതി. ഒരു നിർബന്ധമില്ല കോഴ്സ് എടുക്കുന്നത്. എൻ്റെ എന്നല്ല, എത്ര പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരെയൊന്നും കോഴ്സ് എടുക്കണ്ട. നിങ്ങൾക്കിത് കിട്ടും. ഇത്തിരി ടൈം എടുക്കും, കുറച്ച് പൈസ പോകും. ആ പോണത് മാത്രം ഒന്ന് കുറയ്ക്കുക. ഒരു ചെറിയ, അതായത് നിങ്ങളൊരു ലിമിറ്റ് വയ്ക്കുക. ഒരു ദിവസം ഞാൻ 1000 രൂപ കളയുള്ളെങ്കിൽ 2 ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ട്രേഡിൽ 500 രൂപ കളയുന്ന രീതിയിലുള്ള സെറ്റപ്പാക്കി മാറ്റുക. അത്രേ ഉള്ളൂ. ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. 30 ദിവസം ട്രേഡ് എടുക്കുക. നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും. ഇമോഷനാണ് ഇതിൻ്റെ ഫുള്ള്. അല്ലാതെ നമ്മൾ ട്രേഡ് എടുക്കുന്നതിൽ 90% സ്ട്രാറ്റജി, പ്ലാന്, സെറ്റപ്പ് അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല. ഉണ്ട്, ഒരു നാക്ക് ഉണ്ടായാൽ മതി. ഇപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്കിങ്ങിന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കാന്നുള്ളൊരു നാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ എത്തുന്നവരെ, എവിടെ ഈ റേഞ്ച് എത്തുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇത്ര എത്തുമ്പോൾ 3000 രൂപ പ്രോഫിറ്റ് കാണിച്ചു, അല്ലെങ്കിൽ ഇത്ര എത്തുമ്പോൾ ഒരു 7000 രൂപ പ്രോഫിറ്റ് കാണിച്ചു. 7000 കിട്ടിയില്ലേ? അവിടെ നിന്ന് മാർക്കറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വരും മാർക്കറ്റ്, ഇങ്ങനെ വരും. അപ്പം എത്രയായി? അപ്പോൾ ഒരു 750 കാണിച്ചു. അപ്പോൾ നിങ്ങളെ മനസ്സിലെന്തായിരിക്കും? 7000 കാണിച്ച മാർക്കറ്റ് 750 കാണിച്ചില്ലേ, ഈ മാർക്കറ്റ് പോവില്ല എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഒരു ചെറിയ മൂവ്മെൻറ്റ് കിട്ടിയാൽ ഇറങ്ങാം. എന്നിട്ട് ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ ചിലപ്പോൾ 1500 2000 കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ എക്സിറ്റ് അടിക്കും. അപ്പോഴായിരിക്കും കുറച്ച് നേരം നിന്നിട്ട് ഒറ്റ പോക്ക് മുകളിലേക്ക് പോവുക അല്ലേ? എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും എടുക്കും. ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നൊരു കേസാണ്.
ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റല്ല, നിങ്ങളത് ലേണിംഗ് ടൈമാണ്, അതിലിങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, പല പല രീതിയിൽ കൂടെ ആയിരിക്കും ഒരു ട്രേഡർ കടന്നു പോവുക. അത് തരണം ചെയ്യാൻ എനിക്ക് അതിനുള്ള കൽപ്പുണ്ട്, ഞാൻ അതിൽ രക്ഷപ്പെടുന്നുള്ള വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പഠിച്ചോ. ഇല്ല എനിക്ക് ഈ മുകളിലേക്ക് മുമ്പ് പേടിയാവുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ നല്ല മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ധൈര്യം കിട്ടും. എന്നിട്ട് ആളൊപ്പം ലൈവ് മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ആളൊപ്പം ഇരിക്കുക, ട്രേഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടുന്ന് ബ്രേക്കിംഗ് കിട്ടണം, സെല്ലേഴ്സ് ഫെയിൽ ആവണം, എന്നിട്ട് വീണ്ടും ഇവിടെ ഒരു ബ്രേക്കിംഗ് കിട്ടിയാൽ മാത്രം ഈ ഒരു പൊസിഷനിൽ നിന്ന് എൻ്റർ എടുക്കുക. ഓക്കെ, ഞാൻ ടൈം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മാർക്കറ്റിൽ നിന്നിട്ട് ഒരൊറ്റ പോക്ക് പോവും, ഉറപ്പാണ്. ഇങ്ങനെയാണ് സാധാരണ നടക്കാറ്. ഓക്കെ, ഇനി ഇതിൽ വേറൊരു സെനാരിയോ കൂടി ഞാൻ പറഞ്ഞുതരാം. ടൈമുകൾ എന്നല്ല കേട്ടോ, വരച്ചിട്ട് ശരിയാകത്തോണ്ടാണ്. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സാഹചര്യം വരും. ഇങ്ങനെ ഈ ക്യാൻഡിലിൻ്റെ കളറ് റെഡ് അല്ല എപ്പോഴും വരുന്നത്, റെഡും വെച്ചൊക്കെ. ഇതിൽ ഇങ്ങനെ ഒരു വരും, ഇങ്ങനൊരു സാധനം വരും, ഇങ്ങനൊരു സാധനം വരും. അത് ചെറിയൊരു ഇതിൽ ഇങ്ങനെ വരും, ഇങ്ങനെ വന്നിട്ട് നല്ല ഷൂട്ടിംഗ് സ്റ്റാർ വരും. അപ്പോൾ ഇവിടെയുള്ള ഒട്ടുമിക്ക ലിക്വിഡിറ്റിയും സ്വീപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണിതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഈ റേഞ്ചിൻ്റെ മുകളിലേക്ക് ക്ലോസിങ് കിട്ടണത്, നേരത്തെ പറഞ്ഞ പോലെ ക്ലോസിങ് കിട്ടണത്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് എൻ്റർ എടുക്കാം. ഇവിടെ എൻ്റർ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റേഞ്ച് ഉണ്ടല്ലോ, അതായത് കാണിച്ചു തരാം. ഈ റേഞ്ച് ഉണ്ടല്ലോ, ഇതിൻ്റെ ബോഡിയുടെ റേഞ്ച്, ആ ബോഡിയുടെ റേഞ്ചിൽ നിന്ന് ഇതിൻ്റെ ഹൈയുടെ റേഞ്ചിലേക്ക് നല്ലൊരു ക്ലോസിങ് ഇങ്ങനെ കിട്ടിയെന്നിരിക്കും നല്ല രീതിയിൽ. അത് ചിലപ്പോൾ ഇവിടം വരെ വരാം കേട്ടോ. ഓക്കെ, അങ്ങനെ വന്ന് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇതിൻ്റെ മുകളിൽ മക്കളെ, ഇതിൻ്റെ ടോപ്പിൽ നെക്സ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിലാണെന്ന് ഉദ്ദേശിക്കുക. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 5 മിനിറ്റ് ക്യാൻഡിൽ ഇങ്ങനെയാണ് വരണമെങ്കിൽ, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് വരണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു സ്പോട്ടിൽ നിന്ന് എൻ്റർ എടുക്കാം. ഇതിൻ്റെ താഴെ സെൽ വയ്ക്കാം. ഓക്കെ, ധൈര്യമായിട്ട് എൻ്റർ എടുക്കാം. നെക്സ്റ്റ് ലിക്വിഡിറ്റി എവിടെയാണോ അവിടേക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് വയ്ക്കാൻ പറ്റും. 90% ഞാൻ കണ്ടുള്ള മാർക്കറ്റ് അങ്ങനെയാണ് റൺ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എന്നുള്ളത് അത് താഴേക്ക് വന്നാലും ഇതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ താഴേക്ക് നല്ല രീതിയിലൊരു ക്യാൻഡിൽ വന്നു, ഇങ്ങനെ വന്ന് ക്ലോസ് ആയിക്കഴിഞ്ഞാൽ ഓക്കെ, ഇവിടുത്തെ ഓവറോൾ ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് വരുമ്പോൾ ഗുണം എന്താണെന്നറിയോ, മാർക്കറ്റ് ഈ റേഞ്ചിൽ നിന്ന് ബ്രേക്കിങ് കിട്ടിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് എൻ്റർ എടുത്തോ, പറന്ന് വരും മാർക്കറ്റ്. ഓക്കെ, ഈ ലോ മാത്രമായിരിക്കില്ല ചിലപ്പോൾ എടുക്കുക, ചിലപ്പോൾ ഇവിടെ ഉള്ള പെൻഡിങ് നിൽക്കണ എല്ലാം കൂടി എടുക്കും. താഴേക്ക് വരുമ്പോൾ ഭയങ്കര സ്പീഡായിരിക്കും മാർക്കറ്റ്. മുകളിലേക്ക് ടൈം എടുത്ത് പോയാൽ താഴേക്ക് വരുമ്പോൾ നല്ല സ്പീഡിൽ വരുള്ളൂ മാർക്കറ്റ്. ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സെയിം തന്നെയാണ് താഴേക്ക് എന്താണ്, മുകളിലേക്ക് എന്താണെന്ന് നേരത്തെ പറഞ്ഞത്, അതേ സെയിം തന്നെയാണ് താഴേക്ക് നടക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യമൊക്കെ പുതിയതായിട്ട് പഠിപ്പിച്ച് തരാം. അപ്പോൾ ഈ ഒരു സാധനം ക്യാൻഡിൽ റേഞ്ച് തിയറി എന്നുള്ളത് ഇത് ഞാൻ പറഞ്ഞല്ലോ കോഴ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം. അതാണ് നിങ്ങൾക്കിപ്പോൾ ഫ്രീ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് അത്രയും വാല്യൂ ഉണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുകയാണ്, പഠിക്കുക, കഷ്ടപ്പെട്ട് പഠിക്കുക. പണം എന്നല്ല, ഓക്കെ, പ്രോസസ്സാണ് വലുത്. പണമൊക്കെ താനേ വന്നോളൂ. നിങ്ങൾ മൈൻഡ് ഇതിനായിട്ടൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ട്രേഡിംഗ് ആയിട്ടൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ, മൈൻഡ് ട്രേഡിംഗ് ആയിട്ടൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഈ കണക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, ഒരു എൻ്റർ എടുത്തു, ഇവിടെയാണ് ടാർഗറ്റെങ്കിൽ, ഇവിടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് അടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഫസ്റ്റത്തെ സ്റ്റേജാണ് പറയണത്. നിങ്ങൾ അത്യാവശ്യം ട്രേഡൊക്കെ എടുത്ത് നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട്, നിങ്ങൾക്ക് പ്രോപ്പർ പക്ക ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിലും മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ആ എൻ്റർ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് മൂവ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ SL ട്രയൽ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, ഇത് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയും, 30,000 രൂപയ്ക്കും അല്ലെങ്കിൽ 50,000 രൂപയ്ക്കും താഴെ ക്യാപിറ്റലുള്ളവരോട് ഞാൻ പറയാറ്. ഓക്കെ, ഒരു 1 lakh ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ 50,000 മുകളിൽ ക്യാപിറ്റലുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്തോ, ഒന്നില്ലെങ്കിൽ ടാർഗറ്റ് ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തോ. ഇല്ലാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനറിയാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്ര പോയിൻ്റ് പോകുമ്പോൾ ട്രയൽ ചെയ്ത് വെക്കണം. എന്നിട്ട് അത് വന്ന് അടിക്കണേൽ പൊക്കോട്ടെ. രണ്ടാമത്തെ ട്രേഡിൽ നിങ്ങൾക്ക് അത് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ട്,
ഞാനൊന്നും കുറ്റം പറയണില്ല, ഞാൻ പറയാണ് കേട്ടോ. അതായത് പ്രീമിയം ചാർട്ട് നോക്കി പഠിപ്പിക്കുന്ന ആൾക്കാരെ വിശ്വസിക്കണം. ട്രേഡിംഗ് വ്യൂവിലുള്ള ഇത് മാത്രം പോരാ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. പ്രീമിയം ചാർട്ട് ശരിയാണ് അദ്ദേഹം പറയുന്നതും, അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ആൾക്കാർ പറയുന്നത് റെഡിയാക്കി തന്നെയാണ്. നമ്മൾ കോഴ്സിൽ കൊടുക്കുന്ന സാധനം എങ്ങനെയാണ് ഫ്രീ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുമോ? ഒരു സത്യം ഞാൻ പറഞ്ഞുതരാം. ഒരാളും ഒരു കാര്യം അവനവനക്ക് ഉപകാരമില്ലാത്തത് വെറുതെ ഒരാൾക്ക് പറഞ്ഞ് കൊടുക്കില്ല. നിങ്ങൾ വെറുതെ ആലോചിച്ചാൽ മതി. ഒരു തൊട്ടയൽപക്കക്കാരന് വീട് ജപ്തിയാന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ വീട് പണയം വെച്ചിട്ട് പകുതി കാശ് നിങ്ങൾ കൊടുക്കുമോ? ചെയ്യില്ല. എന്താ നിങ്ങൾക്കുള്ള ഉപകാരം അതുകൊണ്ട്? ഇത്രയേ ഉള്ളൂ. ഇത് പറയുമ്പോൾ ചിരി വരും. ചിലപ്പോൾ ഞാൻ മോശക്കാരനായിട്ട് തോന്നുമായിരിക്കും. ചെയ്യില്ല അല്ലേ? നമുക്ക് വലിയ വീരവർത്താനം പറയാനൊക്കെ നല്ല സുഖമാണ്. ഇപ്പോൾ ഫ്രീ ആയിട്ട് ചാർട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് എനിക്ക് 20,000 കിട്ടി 10,000 കിട്ടിയെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവനിത് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നുണ്ട്, എൻ്റെ പോലെ തന്നെ യൂട്യൂബിൽ ഇടുന്നുണ്ട്, ഇപ്പം ഞാനും ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യാനായിട്ട് ബെനിഫിറ്റ് എന്താ? ഫോളോവേഴ്സ് കൂടും, ആൾക്കാർ കാണും, ഇവനക്ക് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇതിൽ നിന്ന് ഒരു ഫണ്ട് കിട്ടും. അതുകൊണ്ട് ഇവനക്ക് ഇവൻ്റെ കാര്യങ്ങൾ നടക്കും. അപ്പോഴും ഇവൻ ഫ്രീ ആയിട്ടല്ല കൊടുക്കണത്. അവിടെയും ഒരു കാര്യം ഇവൻ കണ്ണിൽ കൂടെ കാണുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാർ ഇത് വെറുതെ പഠിപ്പിച്ച് തരുന്നുണ്ടോ? ഇല്ല. ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഫ്രീ അതുണ്ട്, ഫ്രീ ഇതുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പതുക്കെ വരും, ഈ കോഴ്സിന് ഇത്ര ഉള്ളൂ കേട്ടോ, അത്ര ഉള്ളൂ കേട്ടോ, അതിൽ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് വരും. അതങ്ങനെയാണ്. അതുകൊണ്ടാണ് പറയണേ, ഞാനിതൊക്കെ പറയുമ്പോഴേ എത്ര സത്യസന്ധത കാണിച്ചു കഴിഞ്ഞാലും ഒരു വിലയും തരില്ല. ഇപ്പോൾ ഒരുത്തന്നെ ഇപ്പോൾ അടുത്തൊരു കമൻറ്റ് ഇട്ടിരുന്നു, ഞാൻ കോഴ്സ് വിട്ടിട്ട് കുറേ കാശ് ഉണ്ടാക്കണില്ല, ഇതുണ്ട്, കുറച്ച് അവൻ്റെ അക്കൗണ്ട് തരണമെങ്കിൽ ഞാൻ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം, അവനക്ക് അത്രയും ബുദ്ധിമുട്ടല്ലേ. ഞാനൊക്കെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടിട്ടേ ഈ സാധനം പഠിക്കുമ്പോഴേ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. അതുണ്ടാവുകയില്ല, എനിക്കറിയാമല്ലോ, നിങ്ങൾക്കും അറിയാം. ഒരാളും ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടാം. പിന്നെ വല്ലവരും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കണ്ടിട്ട് ഈ വെറുതെ കുറ്റവും കുറവും അവൻ്റെ കണക്കെടുപ്പും അവൻ എത്ര കിട്ടുന്നുണ്ട് അവൻ എന്താക്കുന്നൊക്കെ വെറുതെ അരിച്ചും കുണിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം പോവുള്ളൂ. ഓക്കെ, അത് ജസ്റ്റ് ഞാനൊന്നും പറയില്ല, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് അങ്ങനെ പറയണത്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ആ നേരം കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന കഴിവ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതിൽ കുറച്ചുകൂടി മെച്ചപ്പെടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ലൈഫിൽ മാറ്റങ്ങൾ വരും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, എവിടെയെങ്കിലുമൊക്കെ. നിങ്ങൾക്ക് ശല്യം വരുമ്പോൾ മാത്രം നിങ്ങൾ അതിനെ തടഞ്ഞാൽ പോരെ. ഞാനൊക്കെ അങ്ങനെ കേട്ടോ. അപ്പോൾ വീഡിയോസ് കണ്ടതിന് താങ്ക് യു. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നിരിക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.